CC Science important questions are discussed in first chapter, Scientist and the Power of Imagination. First question, which are the activities suggested in the video to nurture imagination. Imagination വർദ്ധിപ്പിക്കാനുള്ള ചില വഴികൾ വളരെ ഈസിയാണ്. വാക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, മെഡിറ്റേഷൻ, പസിൽ സോൾവിംഗ് എക്സെട്ര. പിന്നെ ആക്ച്വൽ റിയാലിറ്റിയും ഓൾട്ടർനേറ്റ് റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ആക്ച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ വേൾഡിലാണ്. ഓൾട്ടർനേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതർ റിയാലിറ്റി, അതായത് നമ്മുടെ മെന്റൽ ഇമേജ്, നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണ്, ക്ലാസ്സിലിരിക്കുന്നത് ഫിസിക്കൽ വേൾഡ്, അത് എന്താണ്, ആക്ച്വൽ റിയാലിറ്റി ആണ്. ഓൾട്ടർനേറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പല ഇമേജുകൾ, പല സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പല സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ ഒബ്ജക്റ്റുകൾ, കോൺസെപ്റ്റുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സിസ്റ്റഡ് അല്ലാത്ത ഒന്നിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് എയറോപ്ലെയിൻ ഇൻവെൻഷൻ. അതിൻ്റെ ഒക്കെ മുന്നേ അവർ സയന്റിസ്റ്റുകൾ കണ്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, ടെലിഫോൺ, എക്സെട്ര. If yes, what would be its impact on one's life? അതിന്റെ ഇമ്പാക്ട് എന്താവും? നമുക്ക് ഈ പിന്നെ എന്ത് ചെയ്യാം, പല പ്രോബ്ലംസും സൊല്യൂഷൻസ് ആയിട്ട്, അല്ലെ, ട്രാൻസ്പോർട്ട് ഈസിയാകും, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസിയാകും, അങ്ങനത്തെ കുറെ മെച്ചങ്ങൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഇമാജിനേഷൻ ഷേപ്പ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്? എങ്ങനെയാണ് നമ്മുടെ വേൾഡിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഷേപ്പ് ചെയ്യുന്നത് ഇമാജിനേഷൻ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഡെപ്ത് കൂട്ടും. അതുപോലെ തന്നെ പിന്നെ നേരത്തെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂച്ചറിൽ വന്നേക്കാവുന്ന എന്തെങ്കിലും 3 ഇന്നോവേറ്റീവ് ഇൻവെൻഷൻസ്. പേഴ്സണൽ AI health monitors, atmospheric water generators, thought to text communicators for people with speech disabilities. നെക്സ്റ്റ് ഒരു മൂവിയാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരു പാരഗ്രാഫ് പ്രതീക്ഷിക്കാം. നമുക്കറിയാം സർ രാമാനുജൻ, അദ്ദേഹം ഒരു ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ഇന്ത്യയിലുടനീളം അറിയപ്പെട്ട. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫോർമൽ ഡിഗ്രി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അദ്ദേഹം വളരെ എക്സ്ട്രാ ടാലന്റഡ് ആയിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അവിടെ പല ഇൻവെൻഷൻസും പല തിയറംസും അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ട് ഇന്ത്യയിൽ December 22, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആചരിക്കുന്ന ദിവസം December 22 ആണ്. അതിൽ സർ ശ്രീനിവാസ രാമാനുജന്റെ ആ ഒരു ബർത്ത്ഡേ, അദ്ദേഹത്തിന്റെ ഒരു ഇൻ മെമ്മറി ഓഫ് ശ്രീനിവാസ രാമാനുജൻ. അപ്പൊ അദ്ദേഹം നമ്പർ തിയറി, ഇൻഫിനിറ്റ് സീരീസ്, മൊഡ്യൂലാർ ഫോംസ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രാമാനുജന്റെ ലൈഫിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന് ഫോർമൽ ഡിഗ്രി കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ക്ലർക്കായിരിക്കെ അദ്ദേഹം മാത്തമാറ്റിക്കൽ തിയറംസ് എല്ലാം അദ്ദേഹം നോട്ട്ബുക്സിൽ എഴുതി പഠിച്ചു, അദ്ദേഹം കണ്ടെത്തിയെന്നുള്ളത്. ഇനി സെക്കൻഡായിട്ട് അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ഒരു ഡിസീസ്, ട്യൂബർക്ലോസിസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്റെ ലോകത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മരണാസന്നമായിട്ടുള്ള സമയത്തും അദ്ദേഹം എന്ത് ചെയ്തു, അഹോരാത്രം ഹാർഡ് വർക്ക് ചെയ്തു. അത് പിൽക്കാലത്ത് ഒരുപാട് ഓണേഴ്സ് അതിന് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ടറുടെ ബ്രില്യൻസ് കാണിക്കുന്ന ഏതെങ്കിലും 2 സീൻസ് ആണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ഇന്റർവെല്ലിൽ വന്ന സണ്ണി വെതർ, റെയിനി വെതർ, ആ ഒരു സമയത്ത് അംബ്രല്ല ചൂടുന്ന ഒരു രംഗം ആടി, അതായത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിന്റെ പുറത്ത്. സോ ഇതും അതുപോലെ തന്നെ ഹാർഡി ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ, ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിൽ അത് പബ്ലിഷ് ആർട്ടിക്കിൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ദൈവത്തിന് ഓഫറിങ്സ് കൊടുക്കുന്നത്. ഓഫറിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു ആരാധന, അല്ലെങ്കിൽ പുഷ്പങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, നന്ദി പറയാം, ഗ്രാറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് us എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ ആണ് ഇതിന്റെ ഒരു ഓഥർ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു സ്പെക്യുലേറ്റീവ്, ഒരു ഇമാജിനേറ്റീവ് ഫിക്ഷൻ ആണത്, ശരിക്കുള്ളതല്ല. അതിലൊരു പ്രെഡിക്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം
ആയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിലിപ്പോ ടെക്നോളജിയുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ ടെക്നോളജി നമ്മളെ ഭരിച്ചു കഴിഞ്ഞു, റൂൾ ചെയ്ത് കഴിഞ്ഞു, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ഭരിക്കാൻ വേണ്ടി പോവാണെന്നുള്ള ഒരു വാണിംഗ് അദ്ദേഹം തരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ എൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് പോലും എന്താണ്, ഈ മെഷീൻസ് ഒക്കെ ഗ്രാബ് ചെയ്തുകൊണ്ട്, AI ഒക്കെ ഗ്രാബ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള അഡ്വർടൈസ്മെന്റുകൾ, പിന്നീട് നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ അതിന്റെ അഡ്വർടൈസ്മെന്റുകൾ നമ്മളിലേക്ക് അവരെത്തിക്കുന്നു. കാരണം ഇതൊക്കെ വോയിസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് അതിലേക്ക് പോകുന്നു എന്നുള്ളത്. സോ ടെക്നോളജി നമ്മളെ പൂർണ്ണമായിട്ടും റൂൾ ചെയ്യാൻ ഈ ഒരു നിലയിൽ തുടർന്ന് പൂർണ്ണമായിട്ടും നമുക്കൊരു ഇതില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ, സ്വയം ഒരു റെസ്ട്രിക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ടെക്നോളജി നമ്മളെ പൂർണ്ണമായിട്ടും റൂൾ ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു കാര്യം ഇതിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ഒരു സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ ആണെന്ന് പറഞ്ഞു. പ്രെഡിക്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ഒരു ബട്ടൺ ഉണ്ട് അതിന്, ആ ഒരു ബട്ടൺ നമ്മൾ അമർത്തുന്നതിന് മുന്നേ പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്, ഒരു LED ഫ്ലാഷ് ലൈറ്റ് എന്ത് ചെയ്യും, അതിലൂടെ മിന്നി പറയണം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതിന്റെ 1 2 3 സെക്കൻഡ് മുന്നേ ആ ഒരു ടെക്നോളജിക്കൽ ഡിവൈസ് എന്ത് ചെയ്യും, അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുമെന്നുള്ളത്. സോ ഇത് ഫ്രീ വിൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തീരുമാനിക്കാനുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് പിന്നെ മുന്നോട്ട് നീങ്ങും. പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ ഒരു ടെക്നോളജിക്കൽ ഡിവൈസ് അത് പിന്നെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞുതരാണെങ്കിൽ പിന്നെന്താണ്, അതിന് അർത്ഥമില്ല. നമ്മൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അർത്ഥമില്ലാതെ വരും. ആ ഒരു ശൂന്യതയാണ് ശരിക്കും ഇദ്ദേഹം വറീഡായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു എംപ്റ്റിനെസ് ആണ് ഇദ്ദേഹം വറീഡായിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്കൊരു ചോയ്സും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഒരു സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഫ്രീ വില്ലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ഈ പ്രഡിക്റ്റർ എന്നുള്ള ഡിവൈസ് കണ്ടെത്തിയതിനു ശേഷം പല ആളുകൾക്കും അക്കിനെറ്റിക് മ്യൂട്ടിസം അല്ലെങ്കിൽ വാക്കിംഗ് കോമ, അതായത് പിന്നെ ഈ ചെയ്യാൻ അല്ലെങ്കിൽ കഴിക്കാൻ, അതുപോലെ തന്നെ നടക്കാൻ, അതേപോലെ തന്നെ എന്തെങ്കിലും കുടിക്കാൻ, ഇതിനുള്ള ഒരു പിന്നെ മനസ്സ് വരുന്നില്ല. ബിക്കോസ് ദേ റിയലൈസ് ദെയർ ചോയ്സസ് ഡസന്റ് മാറ്റർ. നമുക്ക് ഒന്നിനും ചോയ്സ് ഇല്ലല്ലോ, നമ്മുടെ ചോയ്സുകളൊക്കെ അവര് ഡിക്റ്റേറ്റ് ചെയ്തതാണല്ലോ എന്നുള്ള ആ ഒരു പരാതികൾ അല്ലെങ്കിൽ ആ ഒരു പരിഭവം എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇത് വാണിംഗ് തരുന്നത് പോലും പിന്നെ ഈ ഒരു ഡിവൈസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് വാണിംഗ് തരാൻ പോലുള്ള ഒരു ചോയ്സ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, സ്വയം ഡിറ്റർമൈൻ ചെയ്യാനുള്ള. സോ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. What does the subtitle is a tough choice implied in relation to the title of the story? ഇതൊരു ഐറണിയാണ് ശരിക്കും, വിരോധാഭാസം. അതായത് പിന്നെ ടഫ് ചോയ്സ്, അതായത് നമുക്ക് ചോയ്സേ ഇല്ല, പിന്നെ ടഫ് അല്ലാത്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. ടഫ് ആണോ സിമ്പിൾ ആണോ എന്നുള്ള ഒരു ചോയ്സ് അവിടെ വരുന്നില്ല. ഓക്കെ, ടഫ് ആണോ ടഫ്ലെസ് ആണോ എന്നുള്ള ചോയ്സ് അവിടെ വരുന്നില്ല. സോ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോയ്സേ ഇല്ലാത്തൊരു ലോകം വരുമല്ലോ എന്നുള്ളൊരു അനുഭവമാണ്. നമുക്ക് ഫ്രീ വില്ലില്ലാത്തൊരു ലോകം. ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which genre does the story belong to? ഈ ഒരു സ്റ്റോറിയുടെ വിഭാഗം ഏതാണ്? അല്ലെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ പിന്നെ ഇതൊരു സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ആ ഒരു പ്രഡിക്റ്റർ എന്നുള്ള ഡിവൈസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ഫ്യൂച്ചറിൽ അദ്ദേഹം പരിഭവിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഫീച്ചേഴ്സ് ഫ്യൂച്ചറിസ്റ്റിക് ഡിവൈസ് പ്രഡിക്റ്റർ വിത്ത് നെഗറ്റീവ് ടൈം ഡിലേ ദാറ്റ് സെൻസ് സിഗ്നൽ ബാക്ക് ഇൻ ടൈം. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ബട്ടൺ അമർത്തുന്നതിന് മുന്നേ അത് ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ ആ ഒരു ആക്ഷൻ അത് ഡിറ്റർമൈൻ ചെയ്ത് കഴിയുമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ്, ഹൗ ഡസ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ സ്റ്റോറി കൺവേസ് സെൻട്രൽ തീം? അപ്പോൾ അതിന്റെ ലാസ്റ്റ് ലൈൻ എന്നുള്ളത് അതിന്റെ ഒരു തീം, ഫ്രീ വില്ലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ തീം, ഡിറ്റർമിനിസം ക്വസ്റ്റ്യൻ ചെയ്യുന്ന തീം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഫ്രീ വിൽ ചെയ്യാനുള്ള ഒരു ചോയ്സ് ഇല്ല, അല്ലെ? ഐ ഹാഡ് നോ ചോയ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈവൺ an act of warning others about illusion of free will is determined. അദ്ദേഹം പറയുന്നത്
ഞാൻ നിങ്ങൾക്ക് തരുന്ന റീഡേഴ്സിന് തരുന്ന വാണിംഗ് പോലും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു വില്ല എനിക്കില്ല. കാരണം അത് ഡിറ്റർമിൻഡ് ആണ്, പ്രീ ഡിറ്റർമിൻഡ് ആണ്. ലീവിംഗ് നോ എസ്കേപ്പ് ഫ്രം ദ സ്റ്റോറീസ് ഫിലോസോഫിക്കൽ കൺക്ലൂഷൻ. ഇനി സിംഗുലാരിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ വി ആർ വൺ എന്നുള്ള ഒരു തീമാണ് ഇതിൽ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ സെപ്പറേഷൻ ഇല്ല, മനുഷ്യർ തമ്മിൽ, ആനിമൽസ് തമ്മിൽ, അതുപോലെ തന്നെ വേൾഡിലെ പ്ലാനറ്റ്സ്, ഹ്യൂമൻസ്, ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇന്റർ കണക്റ്റഡ്നെസ് ആണ് ഇതിൽ ഒരു മെയിൻ തീമായിട്ട് വരുന്നത്. വി ആർ വൺ എന്നുള്ള ഒരു സാധനം. ഓക്കെ, സോ ഇത് എഴുതിയിട്ടുള്ളത് മേരി ഹോം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് നമ്മുടെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ, ബിഗ് ബാങ് തിയറി. അതിന്റെ മുന്നേ നമ്മൾ എന്തായിരുന്നു ഈ ഒരു പ്ലാനറ്റിന്റെ ഭാഗമായിരുന്നു, മീൻസ് നമ്മള് പിന്നെ ആറ്റംസിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ആറ്റംസിൽ നിന്നും ഉള്ള മൂലകങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, നമ്മള് സെപ്പറേറ്റ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളെല്ലാവരിലും ഒരേ മൂലകങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ സീയിലേക്ക് പോവാണ്, കടലിലേക്ക് പോവാണെങ്കിൽ, ഓക്കെ, അവിടുത്തെ ഫിഷസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ അതും നമ്മളും എല്ലാം കണക്റ്റഡ് ആണ്. പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് എല്ലാം കണക്റ്റഡ് ആണ്. നമ്മളെല്ലാം ഇതിന്റെ മുന്നേ, അതായത് ഈ ഒരു ബിഗ് ബാങ് തിയറിന്റെ മുന്നേ നമ്മൾ ഒന്നായിരുന്നു. നമുക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്റെ ഭൂമി, നിന്റെ ഭൂമി, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒന്നായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതില് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആ ഒരു തിയറിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് അദ്ദേഹം, ഈ മേരി ഹോം എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ലോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് വണ്ണസിനെ കളിയാക്കുന്നു. ഓക്കെ, ദ പോയം ലോങ്സ് ഫോർ ദിസ് ലോസ്റ്റ്, സോറി കളിയാക്കൽ, ലോങ്സ് ഫോർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും വണ്ണസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, വണ്ണസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്. അപ്പൊ ആ യൂണിറ്റിനെ ഇവിടെ കാണിക്കുന്നു. where there is no division existed, എന്നൊരു ഡിവിഷനും ഉണ്ടായിരുന്നില്ല. ഇതിൽ വാൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റിന്റെ ഒരു സോങ് ഓഫ് മൈസെൽഫ് ഒരു പോയാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. ഫോർ എവറി ആറ്റം ബിലോങ്ങിങ് ടു മീ ആസ് ഗുഡ് ബിലോങ് ടു യു. അതായത് നിങ്ങളിലുള്ള ആറ്റംസ് തന്നെയാണ് എന്നിലുമുള്ളത് എന്നുള്ളൊരു മീനിങ്. ഓക്കെ, അതായത് യൂണിവേഴ്സൽ ഇന്റർ കണക്റ്റഡ്നെസ് ആണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇതില് കുറച്ച് ആനിമൽസിന്റെ സിമ്പിൾസ് കാണിക്കുന്നത്. ഇറ്റ് യൂസസ് സിമ്പിൾസ് ലൈക്ക് എലഫൻസ് ഗ്രീഫ്, അതുപോലെ തന്നെ കോറൽ റീഫ്സ് പെയിൻ. അതായത് എല്ലാം കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, അതുപോലെ തന്നെ എല്ലാ മൂലങ്ങളും പിന്നെ എല്ലാറ്റിലും സമ്മേളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ ഒരു പോയത്തിന്റെ എൻഡ് എന്ന് പറയുന്നത് ദ വേർഡ് ഹോം, ഹോം എന്ന് പറയുന്നത് എവറിത്തിങ് ഈസ് എവരിവെയർ ഈസ് ഹോം, എല്ലാം നമുക്ക് വീടാണ് എന്നുള്ളതാണ് കാര്യം. സോ പോയത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇമോഷൻ ഡസ് ദ പോയറ്റ് ട്രൈ ടു കൺവേ ടു ദി എപ്പിഗ്രാമാറ്റിക്? ക്വസ്റ്റ്യൻ റിമെമ്പർ എന്ന് പറഞ്ഞ ഒരു എന്താണ്, നൊസ്റ്റാൾജിയാണ് അല്ലെ? അതിന്റെ ഒരു ടോൺ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്. നമുക്കറിയാം നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ എവിടെയോ നമ്മൾ അല്ലെ, അവരെന്ന് പറയുന്നത് നമ്മൾ എന്നുള്ള ഒരു ഡിവിഷനുകളില്ല, മറ്റുള്ളവരെന്നുള്ള ഡിവിഷനുകളില്ല. നമ്മളെല്ലാം ഒന്നാണെന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റാലിസൈസ്ഡ് വേർഡ്സ് ഈ പോയത്തിലെ അതിന്റെ റിലവൻസ്. രണ്ട് വാക്കുകളാണ്, ഒന്ന് നത്തിങ് ഈസ് ഈസ് ഈസ്, ഇത് രണ്ടുമാണ് ഇറ്റാലിസൈസ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാല് മനുഷ്യന് അമിതമായിട്ട് സെൽഫ് ഇമ്പോർട്ടൻസിന്, ഓക്കെ, ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ശരിക്കും അവർ നത്തിങ് ആണ്, അല്ലെങ്കിൽ അവരൊന്നുമല്ല. സെൽഫ് ഇമ്പോർട്ടൻസ് മാത്രം കൊണ്ട് നടക്കുന്ന ആളുകൾ അവർ നത്തിങ് ആണ് എന്നാണ്, അവർ എംപ്റ്റി ആണ്. നേരെ മറിച്ച് നമ്മൾ എല്ലാം ഒന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഫുള്ളാണ്, അല്ലെങ്കിൽ അവര് ഗ്രേറ്റ് ആണ് ഉള്ളത്. സോ അതിന്റെ third question, how does this strategic questioning of word nothing in the essence of word? Same question ആണ് repeated. Fourth question, when we were ocean എന്ന് പറയുന്നതിന്റെ അതായത് നമുക്ക് ബൗണ്ടറികൾ ഇല്ലാത്ത ഒരു ലോകത്ത്, ബിഗ് ബാങ് തിയറി ഒക്കെ ആ ഒരു സമയത്ത്, ബിഗ് ബാങ് അതുപോലെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ, അപ്പം അതിന്റെ ഒക്കെ മുന്നിൽ when we were ocean മീൻസ് നമ്മൾ കടലായിരുന്നു, മീൻസ് ഇവിടെ എന്താണ് ടൈം ബിഫോർ ലാൻഡ് ആൻഡ് സീ വർ ഡിസ്റ്റിംഗ്വിഷ്ഡ്. ഓക്കെ, നമ്മൾ ഡിവിഷൻ ഇല്ലാത്ത സമയത്ത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ എന്തായിരുന്നു, ഒറ്റ
ഒറ്റക്കെട്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നായിരുന്നു എന്നുള്ളത്. നമ്മളെല്ലാം എൻവയോൺമെന്റിൽ നിന്നും സെപ്പറേറ്റ് ആയിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗുലാരിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സയന്റിഫിക് ടേംസിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. വേൾഡ് വൈഡ് എഫേർട്ട് സേസ് സയൻസ് ക്യാൻ, ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി. സോ ഇതിൽ സയന്റിഫിക് അമേരിക്കൻ പോഡ്കാസ്റ്റ്, ഓക്കെ, കുറച്ച് പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സയന്റിഫിക് പോഡ്കാസ്റ്റുകൾ എങ്ങനെയാണ് മനുഷ്യന് ഉപകാരമായി തീരുന്നത് എന്നുള്ളത്. കാരണം നമുക്കറിയാം സയൻസ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അന്യമായിട്ടുള്ള അല്ലെങ്കിൽ പല ഡിസ്കവറീസിന്റെയും പിന്നിലുള്ള രഹസ്യങ്ങൾ അതൊക്കെ അന്യമായിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ പല കോൺസെപ്റ്റുകൾ, പുതിയ പുതിയ വേർഡ്സ് സയൻസിൽ ഉപയോഗിക്കുന്ന സയന്റിഫിക് ടേംസ് ഇതൊക്കെ അന്യമായിരിക്കും. ഓക്കെ, അത് സ്ട്രേഞ്ച് ആയിട്ട് തന്നെ തുടരും. പക്ഷെ ഇതിനൊരു പരിഹാരം എന്നോണം സയൻസിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, ഓക്കെ, എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് സയന്റിഫിക് അമേരിക്കൻ പോഡ്കാസ്റ്റുകൾ തുടങ്ങി. സോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സയന്റിഫിക് ടേംസ് പരിചയപ്പെടുത്തുക. പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മനുഷ്യന് ഈ ഹ്യൂമാനിറ്റീസിലൊക്കെയാണ് അധികം ഈ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വരുന്നത്. പക്ഷെ ഇവിടെ സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ തന്നെ കെട്ടുകഥകൾ, അനക്ഡോട്ട്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ഫ്ലേവേഴ്സും ഉപയോഗിച്ചുകൊണ്ട് അവരെ സയൻസിലും ഇൻട്രസ്റ്റഡ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണ് സയന്റിഫിക് പോഡ്കാസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ചില അമേരിക്കൻ പോഡ്കാസ്റ്റ് സീരീസിന്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, അതായത് സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നോട്ട് ചെയ്യാം. 60 സെക്കൻഡ് സയൻസ്, അതൊരു സയന്റിഫിക് അമേരിക്കൻ പോഡ്കാസ്റ്റ് നെയിമാണ്. സയൻസ് ക്വിക്ക്ലി വേറൊന്നാണ്, സയൻസ് ടോക്ക്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അതുപോലെ യെസ് ദീസ് ആർ ഓൾ. അപ്പൊ അങ്ങനെ പല സയന്റിഫിക് അമേരിക്കൻ പോഡ്കാസ്റ്റുകളും നമ്മൾ കണ്ടു. അപ്പൊ ഇത് ശരിക്കും എന്താണ്, വളരെ ഉപകാരപ്രദമാണ്, ലോകത്തിന് ഉപകാരപ്രദമാണ്. ശരിക്കും ഈ ഡ്രഗ് അഡിക്ഷൻ അതിനൊക്കെ ശരിക്കും സൊല്യൂഷൻസ് ഇതിലൂടെ വരും. കാരണം ഈ സയൻസിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ കൂടുതൽ ആഴത്തിൽ പറയുമ്പോൾ, അതിന്റെ ഡെപ്തിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഡ്രഗ് അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ, ഓക്കെ, അതെങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത്, കാർന്ന് തിന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് സയന്റിഫിക് എവിഡൻസോട് കൂടി പറയുമ്പോൾ അത് പിന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈസി ആയിട്ട്, അപ്പോൾ ഇത് ലോകത്ത് ഈവിൾസിനൊക്കെ തടയുമെന്നുള്ളതും. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച്, സോഷ്യൽ ഇനീക്വാലിറ്റീസ്, ഡ്രഗ് റെസിസ്റ്റൻസ്, ഇതിനെതിരൊക്കെ പിന്നെ പോരാടാൻ സയന്റിഫിക് അമേരിക്കൻ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ സയന്റിഫിക് പോഡ്കാസ്റ്റുകൾക്ക് മേറ്റ് കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ പറയുന്നുണ്ട് അവിടെ, ചിലപ്പോൾ ചോദിക്കാം. ഡിഫൈനിങ് ടാർഗറ്റ് ഓഡിയൻസ് സ്റ്റെപ്പാണ്. ദെൻ രണ്ടാമത് സ്ക്രിപ്റ്റിംഗ് ഇൻ ക്ലിയർ ലാംഗ്വേജ്. മൂന്നാമത്തെ സ്റ്റെപ്പ് യൂസിങ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ്, എൻഷുറിംഗ് ടെക്നിക്കൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രൊമോഷൻ എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തുകൊണ്ടാണ് സയന്റിഫിക് പോഡ്കാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, because it makes complex scientific topics accessible and engaging to a broader audience. അതായത് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പല ആളുകളിലേക്കും ടെക്നിക്കൽ ടേംസ് ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റും. ഓക്കെ, റിസർച്ച് ഫൈൻഡിങ്സ്, എക്സ്പെർട്ട് ഇന്റർവ്യൂസ്, ഓക്കെ, പല ആളുകളെ നമുക്ക് സയന്റിസ്റ്റുകളൊക്കെ നമുക്ക് പിന്നെ കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും അവരുടെ കോൺട്രിബ്യൂഷൻസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ. Second question, how do scientific podcasts support curiosity and lifelong learning among listeners? എങ്ങനെയാണ് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നത്? അപ്പൊ അത് നമ്മൾ എൻഗേജിങ് ആക്കും അല്ലെ, എൻഗേജിങ് ആകുമ്പോഴേ നമുക്ക് അത് കേൾക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. ഒരു റീൽ കാണുകയാണെങ്കിൽ അത് നമ്മൾ എൻഗേജിങ് ആക്കുന്നത് അല്ലെ, ഒരു ഹുക്ക് പോയിന്റ് ഉണ്ടാവും, accessible manner that ignites wonder and encourage listeners to ask questions and explore new ideas. അപ്പൊ നമ്മള് മനസ്സിൽ തന്നെ നമ്മൾ ആ പോഡ്കാസ്റ്റുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ പല പല ക്വസ്റ്റ്യൻസ് ഉയർന്നു വരും. അപ്പൊ അത് പിന്നീടുള്ള നമ്മുടെ ഡിസ്കവറീസിനും ഇതിനൊക്കെ കാരണമാവും. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഈ കറന്റ് ഡിസ്കവറീസിനെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടും.
ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി എസെൻഷ്യൽ കോമ്പണൻസ് ഇൻവോൾവ്ഡ് ഇൻ ക്രിയേറ്റിംഗ് എ സക്സസ്ഫുൾ സയൻസ് പോഡ്കാസ്റ്റ്? എന്തൊക്കെയാണ് അതിന്റെ കോമ്പണൻസ്? ഒരു ഐഡിയൽ സയൻസ് പോഡ്കാസ്റ്റിന്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുക, സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക, ഫോർമാറ്റുകൾ ഉപയോഗിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞതാണ് സ്റ്റോറി ടെല്ലിംഗ് ഉൾപ്പെടുത്തുന്നവരുടെ സയന്റിഫിക് പോഡ്കാസ്റ്റിന് അല്ലെ എങ്ങനെയാണ് വ്യൂവേഴ്സ് കൂടാം അങ്ങനത്തെ കാര്യങ്ങൾ. അനക്ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 കഥകളാണ്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ. അപ്പോൾ സാധാരണ നമ്മള് സയൻസ് പറയുമ്പോൾ ഫാക്ട് മാത്രം പറഞ്ഞു പോകും, പക്ഷെ അങ്ങനെയല്ല, അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് എൻഗേജിങ് ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ് രൂപത്തിൽ പറയാം. അതാണ് സയന്റിഫിക് പോഡ്കാസ്റ്റിംഗ് കൂടുതൽ എൻഗേജിങ് ആക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ are the key features of scientific American podcast series. അപ്പോൾ ഇത് എന്താണ്? സയൻസ് ക്വിക്ലി ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്, 60-second സയൻസ്, ഇതൊക്കെ വെറൈറ്റി ആയിട്ട് അവർ കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവര് വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ള പോഡ്കാസ്റ്റുകളിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ സ്റ്റോറി ടെല്ലിംഗ് ഉൾപ്പെടുത്തുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി 5 ഐഡിയാസ് ഫോർ ടീച്ചിങ് സയൻസ് വൊക്കാബുലറി. 5 ഐഡിയാസും എക്സാമിന് ചോദിക്കാം. സോ ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ഫോർ ന്യൂ വേർഡ്സ്. അല്ലെ, ഓരോ സാഹചര്യം പറഞ്ഞിട്ട് വേർഡ്സ് പറഞ്ഞോളൂ. ക്രിയേറ്റ് വിഷ്വൽ റെഫറൻസസ്, അവർക്ക് വിഷ്വൽ റെഫറൻസുകൾ കൊടുക്കുക, ഇമേജസ് കാണിച്ചു കൊടുക്കുക. 3, പ്രൊവൈഡ് റിപ്പീറ്റഡ് എക്സ്പോഷർ ടു ന്യൂ വേർഡ്സ്. പേജ് നമ്പർ 62 ടെക്സ്റ്റ് ബുക്കിൽ. അതുപോലെ തന്നെ പുതിയ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ടീച്ച് വേർഡ് പാർട്സ്, അതേപോലെ തന്നെ വേർഡ് പാർട്സ്, സഫിക്സ്, പ്രിഫിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മൈക്രോബയോളജി അങ്ങനത്തെ പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ഇതൊക്കെ കണ്ടില്ലേ. അതുപോലെ യൂസ് എ ക്രിയേറ്റീവ് അപ്രോച്ച്. നമ്മളെന്ത് ചെയ്യാം, പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലിറിക് ലാബ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ സോങ്സ് ഒക്കെ പറഞ്ഞില്ലേ, സോങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കാന്നുള്ളത് ക്രിയേറ്റീവ് അപ്രോച്ച്. സോ അതൊക്കെയാണ് വൊക്കാബുലറി ഇതിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഫ്ലോപ്ലെസ് വൊക്കാബുലറി. അപ്പൊ അങ്ങനെ നമ്മൾ വൊക്കാബുലറി പഠിക്കുന്നുണ്ട്. ഓക്കെ, വൈ ഈസ് വൊക്കാബുലറി ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻറ്റ് ഇൻ സയൻസ് ക്ലാസ് റൂം? നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. കാരണം ടെക്നിക്കൽ ടേംസ് പഠിക്കുക എന്നത് ഇത്ര പിന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നല്ല റീഡിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൊക്കാബുലറി പഠിക്കണം. ഓക്കെ, നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഒരു കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ പെനട്രേറ്റീവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട്സ് എ ഡ്രോബാക്ക് ഓഫ് ടീച്ചിങ് വൊക്കാബുലറി ഇൻ ഐസൊലേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ലെസൺ? ഓക്കെ, അതൊരു ബോറിംഗ് കാര്യമാണ്. ഓരോന്നിങ്ങനെ ഓരോ വൊക്കാബുലറി പഠിപ്പിച്ചു കൊടുക്കുക, കോണ്ടെക്സ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ. അപ്പൊ നമുക്ക് ശരിക്കും പഠിക്കണമെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യേണ്ടി വരും. മെമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. സോ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലോർ ബിഫോർ എക്സ്പ്ലെയിൻ അപ്രോച്ച് എന്താണെന്നാണ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ആദ്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിന്റെ മീനിങ് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, 2 വിഷ്വൽ സ്ട്രാറ്റജീസ്. വൊക്കാബുലറി പഠിക്കുന്നതിന് എന്താണ്? ഒന്ന് ഡെക്കറേറ്റ് വാൾ, വേർഡ് വാൾ. ഓക്കെ, ചുമര പോലെ തൂക്കുക. രണ്ടാമത്തത് എന്ത് ചെയ്യാം, സ്റ്റുഡൻസ് ക്യാൻ ക്രിയേറ്റ് ഗ്ലോസറി വിത്ത് ഇമേജസ് ഇൻ സയൻസ് നോട്ട്ബുക്സ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, ഗ്ലോസറി അവരുടെ നോട്ട്ബുക്സ് ലെക്ചർ ബോർഡ്സിലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നമ്മൾ സയൻസ് വൊക്കാബുലറിയിൽ പിന്നെ റിപ്പീറ്റഡ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമുക്ക് വേർഡ്സ് ഒക്കെ റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്ത് കാര്യം ചെയ്യണം, നമ്മൾ റെപ്പിറ്റേഷൻ അല്ലെ, റെപ്പിറ്റേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, അതുമായി ബന്ധപ്പെട്ട മൂവീസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഇതൊക്കെ വായിക്കാറുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ സയന്റിഫിക് റീസണിംഗ് ആണ്. സമീർ കാശ എഴുതിയിട്ടുള്ള. ഡിഡക്റ്റീവ് റീസണിംഗ്, ഇൻഡക്റ്റീവ് റീസണിംഗ് ഡിഫറൻസ് ചോദിക്കാം. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം തിയറി പിന്നെ കൺക്ലൂഷൻ. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം എക്സാമ്പിൾ പിന്നെ എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകും. സോ സ്പെസിഫിക് എക്സാമ്പിൾ ടു കൺക്ലൂഷൻ ഇൻഡക്റ്റീവ് ആണ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരിക, മീൻസ് വലിയൊരു തിയറി ചെറുതായിട്ട്. ഇൻഡക്റ്റീവ് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ജോബ് പീസുകൾ ഇങ്ങനെ കൂടി എന്ത് ചെയ്യാം, വലുതായിട്ട് മാറും. ഓക്കെ, അപ്പം എന്താ രണ്ട് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കിക്കാം. ഇതിൽ രണ്ടിനെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്,
കുറ്റം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ്ങാണ് നമ്മൾ ഡെയിലി ലൈഫിൽ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറയും. കാരണം നമ്മൾ ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുന്നില്ല എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കൂല എന്ന് അനുമാനിക്കുകയാണ്. കാരണം ചോദിച്ചാൽ ഞാൻ ഇന്നലെ ഉപയോഗിച്ചു, മിനിയാന്ന് ഉപയോഗിച്ചു, എന്റെ തലയിൽ ഉപയോഗിച്ചു, മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നില്ല എന്ന് പറയുന്നു. ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികളുടെ ക്രോമസോം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. ഒരുപാട് പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അടുത്ത പേഷ്യന്റും അത് ഉണ്ടാവില്ല എന്ന് അനുമാനിക്കാം. ഓക്കെ, സോ അതൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. Then how do scientists use integral when studying conditions of Down syndrome? നമ്മൾ പറഞ്ഞു, ഒരു പേഷ്യന്റ്, അതായത് ഒരു സാമ്പിൾ ഓഫ് പേഷ്യൻസ്, സെറ്റ് ഓഫ് പേഷ്യൻസ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരു എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ. ഡേവിഡ് ഹ്യൂം പറയുന്നത്, അതായത് ഒരു അസംഷൻ ആണ്, എല്ലാത്തിലുമാണ് ഉണ്ടാവും. അതായത് ഒരു 50 സാമ്പിൾ നമ്മൾ പരിശോധിച്ചാൽ 51ാമത്തെ സാമ്പിളും അത് ഉണ്ടാവും എന്നുള്ള ഒരു യൂണിഫോമിറ്റി. ഓക്കെ, ഇനി കാൾ പെപ്പർ ബിലീവ് ഡിഡക്റ്റീവ് റീസണിങ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഡിഡക്റ്റീവ് റീസണിങ് നമുക്ക് എന്തേ പറ്റുള്ളൂ, മോഡലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഇൻഡക്റ്റീവ് റീസണിങ് എന്താണ്, സ്പെസിഫിക് എക്സാമ്പിൾസ് പോയി ആ എക്സാമ്പിൾസ് പിന്നീട് കൺക്ലൂഷനിൽ എത്തുമ്പോൾ അത് ശരിപ്പെട്ടു, പിന്നീട് ഒരു സാമ്പിൾ അതുപോലെ കിട്ടുകയാണെങ്കിൽ അതെന്താവില്ല, അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല എന്നാണ് പറയുന്നത്. സോ സ്പെസിഫിക് എക്സാമ്പിളിൽ നിന്നും കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് പകരം കൺക്ലൂഷനിൽ നിന്നും എക്സാമ്പിളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് കാൾ പെപ്പർ പറയുന്നത്. സോ ട്രസ്റ്റിംഗ് മെമ്മറീസ്, നെക്സ്റ്റ് ചാപ്റ്റർ. സോ ഇതിൽ വി കാൺ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് അവർ മെമ്മറീസ് എന്നാണ് നമ്മൾ പറഞ്ഞോ. എന്താണ്, നമ്മുടെ മെമ്മറീസ് എന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. ശരിക്കും നമ്മുടെ മെമ്മറീസ് അഡാപ്റ്റ് ചെയ്യാനും ലേൺ ചെയ്യാനും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ, അല്ലെ? അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രൂപത്തിലേക്ക് മെമ്മറിയെ നമ്മൾ പറ്റിക്കുന്നു, മെമ്മറി നമ്മൾ പറ്റിക്കുന്നു എന്നാണ് പറയുന്നത്. ആ രൂപത്തിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആവുന്നു. അപ്പൊ നമുക്കൊരിക്കലും മെമ്മറിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ മെമ്മറീസ് ആർ ഫ്ലെക്സിബിൾ, ഇമോഷണലി ഷേപ്ഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ 2 തരത്തിലുള്ള മെമ്മറീസ് അദ്ദേഹം പറയുന്നു. സോ ഒന്ന് ഫീൽഡ് മെമ്മറി ഉണ്ട്, ഒബ്സർവർ. ഫീൽഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ റീസെന്റ് ഇവന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ കണ്ണുകളിലൂടെ കാണുക. നമ്മുടെ ഈ വേറെ തരം മെമ്മറി ഒബ്സർവർ മെമ്മറിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങൾ, ഓക്കെ, ലോങ് ടൈം ആയിക്കോ, അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ നമ്മളൊരു ഒബ്സർവർ മെമ്മറിയിലൂടെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഒബ്സർവർ. അത് 3rd പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ്. അപ്പോൾ കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് നമുക്ക് ഈ ഒരു ഫീൽഡ് മെമ്മറിയോടായിരിക്കും. ഒബ്സർവർ മെമ്മറി കുറച്ചുകൂടി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ ഇമോഷണൽ ആയിരിക്കുന്നത് നമ്മുടെ ഈ ഫീൽഡ് മെമ്മറി ആയിരിക്കും. ഇമോഷണലി കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, കുറച്ച് റിഫ്ലക്ഷൻ വരുന്നത് എന്തായിരിക്കും, ഒബ്സർവർ മെമ്മറി ആയിരിക്കും. അപ്പൊ എന്താണ് ബയസ് ഇൻ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബയസ് എന്ന് നമുക്കറിയാം, അർത്ഥം എന്ന് പറഞ്ഞാൽ ചായ്വ് എന്നാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ഓക്കെ ആണെങ്കിൽ, സ്റ്റുഡൻസ് ഓക്കെ ആണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ആ ബന്ധം നിലനിർത്തും. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നല്ല ഫ്രണ്ട്സിന് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബയസ്ഡ് ആവും. അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അത് ചിലപ്പോൾ നമ്മൾ ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെമ്മറിയെ ബയസാക്കാൻ പറ്റുന്നതാണ്. ബയസ് ഇസ് ദ വാപ്പിംഗ് ഓഫ് വേർഡ്സ്. അല്ലെ, ചില സ്റ്റുഡൻസ് ഒക്കെ ഹൈലി ക്വാളിഫൈഡ് ആണ്, നല്ലോണം പഠിച്ചിട്ട് എന്ത് ചെയ്യും, നല്ലോണം കെയർ ചെയ്യുന്ന പാരന്റ്സിന് നല്ലോണം കെയർ ചെയ്യുന്ന ആളുകൾ, പക്ഷെ അവര് പാടെ മറക്കുന്ന ആളുകളുണ്ട് പാരന്റ്സ്. അപ്പൊ ഒരു ബയസ് അവർക്ക് വരും. ബയസ് ഇസ് ദ warping of one's recollection to mold to present beliefs, knowledge and feelings. അതായത് അതിനെ ഷേപ്പ് ചെയ്യാം, നമ്മുടെ പ്രസന്റ് നോളജിലേക്ക് ഷേപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ എ ബാഡ് ബ്രേക്കപ്പ്, പീപ്പിൾസ് പ്ലസന്റ് റിcollection of the early stages of relationship often turned out. അപ്പം ചില ആളുകൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ പോലും, ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പോലും, ആ ഒരു സമയത്തെ
ചില നല്ല നിമിഷങ്ങളും ഉണ്ടാവും. ഓക്കെ, ആ ഒരു സമയത്ത് നല്ല നിമിഷങ്ങളുണ്ടാവും. പക്ഷെ അതിനെയും അവരെന്ത് ചെയ്യും, ഡാർക്കറായിട്ട് കവച്ചു വെക്കും. ആ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഒരു മെമ്മറി ഓടി വരുന്നു. ചിലപ്പോൾ പ്ലസന്റ് മെമ്മറീസ് ചെയ്യാറും. ഓക്കെ, പക്ഷെ പിന്നെ അവർ വിട്ടുപോയി എന്നുള്ളതിന്റെ ആ ഒരു വേദന. Or people claim they always knew an election outcome even when they previously doubted it. Next question. How do field memory and observer memory differ? നമ്മൾ പറഞ്ഞു. Why are emotionally charged events remembered more vividly? എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫീൽഡ് മെമ്മറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒബ്സർവർ മെമ്മറി ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇമോഷണലി ചാർജ് ഇവന്റ്സിന് നമ്മൾ അല്ലെ, നമുക്ക് ഇമോഷണലി ചാർജ് ഇവന്റ്സ് കൂടുതൽ നിൽക്കും, നമ്മുടെ മനസ്സിൽ നിൽക്കും. കാരണം ആ ഒരു മെമ്മറി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെ, ബോൾഡ് ആയിട്ട് ഇറ്റാലിക്സ് ആയിട്ട് നിൽക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വാട്ട് എഫക്ട് ഡസ് റെപ്പിറ്റീഷൻ ഹാവ് ഓൺ എ മെമ്മറി റീകോൾ? അപ്പൊ നമ്മളൊരു സ്ഥലം സന്ദർശിക്കുകയാണ്. ആ ഒരു സ്ഥലം ഫ്രീക്വന്റ് ആയിട്ട് ഒരു പ്രാവശ്യം സന്ദർശിച്ചതാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇവന്റ് നടന്നിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു 50 തവണ സന്ദർശിക്കുകയാണ്. ഓക്കെ, അതിൽ 38ാമത്തെ ഇവന്റ് അതിൽ സംഭവിച്ചിട്ടുള്ള ഇവന്റ് എന്തായാലും ചോദിക്കുന്നു, അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ അതിൽ ഇമോഷണലി ചാർജ് അല്ലാത്ത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു തിമിംഗലത്തിനെ കാണുക, അങ്ങനെ കാണുമ്പോൾ നമ്മൾ കാണാത്ത ഒരു വശമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇമോഷണലി ചാർജ് ഇവന്റ്സ് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. ഇനി നെക്സ്റ്റ്, മെമ്മറി ഡിസ്റ്റോർഷൻ എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആവാന്നാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ബയസ് ഇൻ ഓട്ടോബയോഗ്രഫിക് മെമ്മറി. അപ്പൊ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെ, ചില ഡാർക്കർ മെമ്മറീസിനൊക്കെ കവർ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ മെമ്മറി ഡിസ്റ്റോർഷൻ നമുക്ക് യൂസ്ഫുൾ ആണ്. So moving on to the next chapter on the interpretation of nature by Bacon. എന്താണ് aphorism എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 10 aphorisms നമ്മൾ എഴുതി. 10 aphorismsന്റെ ഒരു എക്സാമ്പിൾസ് നമ്മൾ എഴുതി. ഓക്കെ, നേച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ വളരെ സ്മോൾ ആണ്, ടൈനി ആണ് എന്നുള്ള ഒരു തീമാണ് വരുന്നത്, അല്ലേ. ശരിക്കും നേച്ചറാണ് നമ്മളെക്കാൾ ഡോമിനന്റ് എന്ന് പറയുന്നത്. ഒരു ഗോഡ്ലി ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ഇൻസൈറ്റുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഡിഫൈൻ അഫോറിസം. വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ഓഫ് ബേക്കൺസ് അഫോറിസം? ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ അഫോറിസംസ് നിങ്ങൾ പഠിക്കാം. 10 അഫോറിസംസ് ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. An aphorism is a short statement that presents a truth or opinion. Aphorism എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാം ചോദിക്കാം. എന്താണെന്ന് വെച്ചാൽ ചെറിയ വാക്കുകളെയാണ്, ഓക്കെ, പക്ഷെ നല്ല ഡീപ്പർ ഇന്നർ മീനിങ് ഉണ്ടാവും. അതിനാണ് അഫോറിസംസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Unassisted hand and the unassisting left to itself was but little power. അതായത് നമുക്ക് എന്താണ്, പിന്നെ മനുഷ്യനെല്ലാം കഴിയും എന്നുള്ളൊരു ഈഗോ മനുഷ്യനുണ്ടെങ്കിൽ അത് മാറ്റി വെക്കേണ്ടതാണ്. നമുക്ക് ഹാൻഡ്, അല്ലെ, നമ്മളിപ്പോ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് അത് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ പല കാര്യങ്ങളും. അതുപോലെ തന്നെ ഐനെ സഹായിക്കുന്ന, ഐന്റെ എക്സ്റ്റൻഷനാണ് മൈക്രോസ്കോപ്പുകൾ. നമ്മളെ ഐക്ക് മാത്രം, അല്ലെങ്കിൽ കണ്ണിന് മാത്രം ഒരു സൂക്ഷ്മജീവികളെ കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. സോ നമ്മൾ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു, അല്ലെ, അതുപോലെ സ്പെക്സ് വെക്കുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, അൺഅസിസ്റ്റഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ അറിയില്ലെങ്കിൽ, ഉപകരണങ്ങൾ ടൂൾസ് ഇല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ളത് ഹെൽപ്ലെസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അഫോറിസത്തിന് എക്സാമ്പിൾ ആണ് ചോദിച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു അഫോറിസത്തിന് എക്സാമ്പിൾ ചെയ്താൽ. ഓക്കെ, ഇനി സയൻസ് വിത്തൗട്ട് ഫോർസൈറ്റ് 3 എക്സാമ്പിൾസ്. അതൊരു ഡേഞ്ചേഴ്സ്, അല്ലെ, നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉള്ള 3 കാര്യങ്ങൾ. ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ലീഡിങ് ടു ഡ്രഗ് റെസിസ്റ്റന്റ് സൂപ്പർ ബഗ്സ്. ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസ് എന്തിന് കാരണമാവുന്നുള്ളത്. 2, പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ വിത്തൗട്ട് പ്ലാനിങ് ഫോർ ഡീകമ്പോസിഷൻ. അപ്പൊ സയന്റിഫിക് ആയിട്ട് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ
ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ്. ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസ് വിത്തൗട്ട് കൺസിഡറിങ് ലോങ് ടേം ക്ലൈമറ്റ് കോൺസിക്വൻസസ്. ഫോസിൽ ഫ്യൂവൽ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ, നമ്മൾ പിന്നെ ഡീകമ്പോഷൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ, ഓഷ്യൻ പൊല്യൂഷന് വരെ കാരണമാകുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, ആന്റിബയോട്ടിക്സ് അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഓക്കെ വളരുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ ബേക്കണെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഈ പിന്നെ റീസണിങ്ങിലുള്ള ഒരു ഫാൾസിറ്റി എന്താണ്, മിസ്റ്റേക്ക് എന്താണ്, അൺസൂപ്പർവൈസ്ഡ് സ്റ്റേറ്റ്. നമ്മൾ റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ, അതായത് മനുഷ്യൻ വിചാരിക്കും എന്ത് നമ്മളാണ് അൾട്ടിമേറ്റ് എന്നത്, പക്ഷെ അത് ഭയങ്കര ഒരു മാഡാണ്, ശരിക്കും ഒരു ഇൻസാനിറ്റി ആണ്. നമ്മളത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ആ ഒരു പിന്നെ ആ ഒരു സെൽഫിഷ്നെസ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, എംപിരിക്കൽ എവിഡൻസ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അത് ഭയങ്കര ഇനാക്യുറേറ്റ് ആയിട്ട് മാറും. അതിൻ്റെ ആ സ്പെക്കുലേഷൻസ്, ഇമാജിനേഷൻ മാറും. അതുപോലെ തന്നെ നേച്ചറിന്റെ ഒരു ട്രൂ കോംപ്ലക്സിറ്റി നമ്മൾ മനസ്സിലാക്കണം, നേച്ചറിന്റെ ഒരു മിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. സോ ചാപ്റ്റർ നമ്പർ 10, ഇന്റർവ്യൂ വിത്ത് സ്റ്റീവൻ ഷെയ്ഫിൻ. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ സയൻസ് ആണ്, ഹിസ്റ്റോറിയൻ ഓഫ് സയൻസ് ആണ് നമ്മുടെ സ്റ്റീവൻ ഷെയ്ഫിൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്ന ഒരു നോഷൻ എന്ന് പറയുന്നത്, പല ആളുകളും പറയുന്നു അക്കാഡമിക്സ് അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ MIT, അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അവിടെയുള്ള ആളുകൾക്ക് ട്രൂ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങുന്ന ആളുകൾ. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം രണ്ട് പേരും കുറ്റം പറയുന്നില്ല. മീൻസ് ഈ ഓൾഡ് സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവർ ഭയങ്കര അമച്വർ ആയിരുന്നു. AMATEUR, അമച്വർ മീൻസ് അവര് പിന്നെ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റിന്റെ പുറത്ത് അവർ സയന്റിഫിക് ഡിസ്കവറീസ് നടത്തി, അല്ലെ? പണ്ട് കാലത്ത് ഐസക് ന്യൂട്ടൺ അങ്ങനത്തെ സയന്റിസ്റ്റുകളൊക്കെ ഇങ്ങനെയായിരുന്നു, അതായത് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലായിരുന്നു. അപ്പൊ അവരും എന്താണ്, അവരും ഒരുപാട് ബ്രേക്ക് ത്രൂകൾ നടത്തി. അപ്പൊ ഇത്തരം യൂണിവേഴ്സിറ്റി അക്കാഡമിയ അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിറങ്ങിയവർ മാത്രം, അല്ലെങ്കിൽ ഡിഗ്രി പിന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം സയന്റിസ്റ്റുകൾ എന്ന് അവകാശപ്പെടരുത്. അതിനെ ചലഞ്ച് ചെയ്യണം അദ്ദേഹം. അവരെ പുറമെ ഇവരും ഉണ്ടായിരുന്നു, ഇവരും പിന്നെ ഇവർക്ക് ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിലും അവർ കമ്പാരിസണിൽ ഒരാളെ ഇകഴ്ത്തുന്നില്ല അദ്ദേഹം. ഇവരും എന്തായിരുന്നു ഇടപെടിക്കാവുന്ന അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളുകളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. Okay, he traces the idea of science as a noble calling to ancient Greek philosophy. അതുപോലെ തന്നെ പിന്നെ until 20th century most scientists were unpaid amateurs working for love, not money. Okay, അവർ പൈസയ്ക്ക് വേണ്ടിയായിരുന്നില്ല. പക്ഷെ ഇന്നെന്താണ്, ഇന്ന് ഇൻഡിവിജ്വൽ സയന്റിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പകരുകയും MIT, ഹാർവാർഡ്, അവിടെ ഒക്കെ സയന്റിസ്റ്റുകളുണ്ട്. അപ്പൊ ഇവരൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവരെക്കാൾ ശരിക്കും നല്ല പിന്നെ പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാത്ത വർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ, ഈ ഒരു പിന്നെ അമച്വേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അമച്വർ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ, അങ്ങനെയല്ലോ. AMATEUR. അപ്പൊ അവര് പിന്നെന്താണ്, അവർ ആ ഒരു പാഷൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതിന് വേണ്ടി ഒരുപാട് സയന്റിഫിക് ഡിസ്കവറീസ് നടത്തി എന്നത് ആണ് ഉദ്ദേശിക്കുന്നത്. He challenges that academia is the only proper environment for science. Most American scientists have long been employed in industry and government. He argues that industrial scientists often enjoy as much autonomy and creativity as academics. ഇപ്പം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ അക്കാഡമിക്സിലും ഒക്കെ സയന്റിസ്റ്റുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ രീതിയിലുള്ള ഓട്ടോണമിയാണ് അവർ എൻജോയ് ചെയ്യുന്നത്. Profit motives and knowledge seeking are not opposite. Both sectors combine curiosity. ഇപ്പൊ രണ്ടുപേരും കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സെന്റൻസ് നോക്കണം. പ്രോഫിറ്റ് മോട്ടീവ്സ് ആൻഡ് നോളജ് സീക്കിംഗ്, രണ്ടുപേരും. ചില ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഡിസ്കവർ നടത്തുന്നു, ചില ആളുകൾ നോളജ് സീക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ രണ്ടും ഒപ്പമില്ല. രണ്ടും എന്താണ്, രണ്ടിലും ക്യൂരിയോസിറ്റി ഉണ്ട്, ആൾട്രൂയിസം ഉണ്ട്. അപ്പൊ അവര് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മീൻസ് അവർക്ക് പിന്നെ എന്തുണ്ട്, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഒരു സയന്റിഫിക് ഡിസ്കവറീസിന് അവർക്ക് പേയ്മെന്റ് കിട്ടും. സോ അതുകൊണ്ടാണ് ക്യൂരിയോസിറ്റി, ആൾട്രൂയിസം, പ്രാക്ടിക്കൽ ഗോൾസ്, കരിസ്മാറ്റിക് പേഴ്സണൽ മിഷൻസ്, ഇതൊക്കെ ഇതിലുണ്ട്. Okay, Steve Jobs ഒരു എക്സാമ്പിൾ ആണ്. Steve Jobs reminds
crucial in uncertain entrepreneurial science. Finally, shaping insists that modern scientist practices have deep historical roots. The way we live now is new and old at the same time. Okay, അപ്പോൾ ഓൾഡും ന്യൂ കമ്പയർ ചെയ്താൽ രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഡിസ്കവറീസ് ആയിരുന്നു എന്ന് പറയാം. So moving on to the next slide. What shift has occurred in the source of public trust in science according to Shaping? പബ്ലിക് ട്രസ്റ്റിൽ വന്ന മാറ്റം, ഇൻഡിവിജ്വൽ സയന്റിസ്റ്റുകൾ എന്തായി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോയി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. MIT, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. Modern common biases represent scientists as morally similar to anyone else. So scientific integrity must reside in institutional virtues rather than individual moral superiority. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഇൻഡിവിജ്വൽ സയന്റിസ്റ്റുകളാണെങ്കിലും എല്ലാവരും ഓട്ടോണമി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോഡേൺ കാലഘട്ടത്തിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓറിയന്റഡ് ആയി എന്നുള്ള ഒരു മാറ്റമുണ്ട്. How does Shaping describe relation between profit motives and scientific curiosity? Shaping argues that strong contrast between profit motives and cash ഉണ്ടാകും, scientific curiosity എന്നാൽ out of passion. അപ്പോൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അദ്ദേഹം ചോദിച്ചത്. Profit seeking doesn't accurately describe industrial science. Scientists in industry also want interesting work. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. പ്രോഫിറ്റ് ഉണ്ടാകുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇൻട്രസ്റ്റോട് കൂടിയാണ് ചെയ്യുന്നത്. ഗുഡ് കണ്ടീഷൻസ്. മണി ക്യാൻ ബി സൈൻ ഓഫ് സക്സസ് അല്ലാതെ ജസ്റ്റ് മോട്ടീവ്. സക്സസും മോട്ടീവിനെ അദ്ദേഹം യോജിപ്പിക്കുകയാണ്. ആൾട്രൂയിസം, ക്യൂറിംഗ് ഡിസീസസ്, അതുപോലെ തന്നെ ഡെമോക്രറ്റൈസിങ് സൊസൈറ്റി ഓൾസോ എക്സിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രീനെ ഒരിക്കലും അദ്ദേഹം കുറ്റം പറയുന്നില്ല, ഒരു മൊണോപ്പൊളി ആണെന്ന് പറഞ്ഞു കുറ്റം പറയുന്നില്ല. രണ്ടും നെസസറി ആണ്. അവർ ഔട്ട് ഓഫ് എന്താണ് ഇൻട്രസ്റ്റ് രണ്ടുപേരും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ജോക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണ്ടർപ്രണറാണ്. ഓണ്ടർപ്രണറിന്റെ മേലുള്ള ഒരു ട്രസ്റ്റിനാണ്. ഹോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ ബിസിനസ് ഐഡിയയേക്കാൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനേക്കാൾ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വിശ്വസിക്കുന്നത് ആരെയാണ്? ശരിക്കും ഈ ഓണ്ടർപ്രണേഴ്സിനാണ്. അപ്പൊ അവരെ ട്രസ്റ്റിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ചും ട്രസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനത്തെ ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരാളെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് തിരിച്ചും കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബെനിഫിറ്റ്സ് കിട്ടുമെന്നുണ്ട്. വെഞ്ചർ ക്യാപിറ്റൽസ് യൂസ് ദിസ് ഫ്രേസ് ടു മീൻ ദേ ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ rather than just technology. ടെക്നോളജിയേക്കാൾ ആളുകൾ അമിതമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുന്നു. Entrepreneurs' vision, energy, commitment and personal characteristics are often the most reliable features of an investable project. ഇവിടെ vision, energy, commitment എന്നൊക്കെ സഹായിക്കുന്നു because technologies and markets can change. Next, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ചാപ്റ്റർ എയ്ഫൻറ്റേഷ്യ. എയ്ഫൻറ്റേഷ്യ എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത് ആഡം സമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് 2015 2015. അപ്പൊ എന്താണ് എയ്ഫൻറ്റേഷ്യ? ക്വസ്റ്റ്യൻ വരും. എന്താണ് എയ്ഫൻറ്റേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ പിക്ചേഴ്സ് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ചില ആളുകൾ ബീച്ച്, പാർക്ക് ഇതൊക്കെ എന്താണ് അറിയുമായിരിക്കും, പക്ഷെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. മെന്റൽ ഇമേജ് കറക്റ്റ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. Inability to visualize images in the mind's eye എന്നുള്ളതാണ് കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2% of readers are AFENS എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്, AFENS എന്ന് പറയുന്നത്. സോ മെന്റൽ പിക്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ചാപ്റ്ററാണ്. അപ്പം ഇതിൽ നാണിയ എന്ന് പറയുന്ന ഒരു ലാൻഡ്, അതായത് ഫിക്ഷണൽ ലാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നാണിയ ഒരാളുടെ പേരൊന്നല്ല, NARNEA ഫോർ മിഡിൽ എർത്ത്. അപ്പൊ ഈ ഫാന്റസി വേൾഡ് അപ്പൊ അതിനെ കുറിച്ച് നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ ചില ആളുകൾക്ക് എന്ത് കിട്ടില്ല, കറക്റ്റ് മെന്റൽ ഇമേജ് ഫോം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവര് സ്പെക്കുലേറ്റീവ് ഫിക്ഷനിൽ എൻഗേജ് ചെയ്യിപ്പിക്കണമെങ്കിൽ ചില ടെക്നിക്സ് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫീലിങ്സ് കിട്ടുന്ന തരത്തിൽ
Okay, infants engage with speculative fiction through thoughts and feelings rather than images. അവർക്ക് ഫീലിങ്സും തോട്ട്സും ഒക്കെ ഉണ്ടാവും കൂടുതൽ, പക്ഷെ ഇമേജസ് ചിത്രങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത്തരം അവരെ ഒരു നമ്മളെന്താ പറയാ പിന്നെ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ട് കാണണം. ന്യൂറോ ഡൈവേഴ്സ് ആയിട്ട് നമ്മൾ ഈ റൈറ്റേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൂടുതൽ അവർക്ക് വ്യക്തമാവുന്ന ഇമേജസ്, ഇപ്പൊ മുറിഞ്ഞ ഒരു പാഠം എന്നുള്ളത് അവർക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സുഷിരങ്ങൾ കാണുന്ന ബ്രെഡ് ക്രംസ് എന്ന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിന്റെ സെറ്റിങ്സ് കുറച്ച് കൂടുതൽ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫീലിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്ന തരത്തിൽ, ഓക്കെ, ഇപ്പോ ജാക്കൽസിന്റെ ഉരിയാടൽ, അല്ലെങ്കിൽ പിന്നെ ഡോഗ്സിന്റെ ആ ഒരു കരച്ചില്, ബാർക്കിങ്, അങ്ങനത്തെ കുറെ ഫീലിങ്സ് കിട്ടുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് കുറച്ച് കൂടുതൽ അല്ലെ, നമ്മളിപ്പോ ഒരാളോട് പിന്നെ ഒരാൾക്ക് ഭയങ്കര സ്ലോ ലേണർ ആണെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ, അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയല്ല, പിന്നെ എന്താണ് കൂടുതൽ ഫീലിങ്സ്, കൂടുതൽ ഇമോഷൻസ് കൊടുക്കുന്ന ഇമേജസ് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് അനിവാര്യമാണ്. കാരണം റീഡേഴ്സ്, നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള റീഡേഴ്സ് ഇൻഫ്ലുവൻസിന്റെ ഇടയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് മെന്റ് ബൈ എഫിനിഷൻ പറഞ്ഞു പറയാനില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ലാംഗ്വേജ് ഹെൽപ് ഇൻഫ്ലുവൻസ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ഇൻ എ ബെറ്റർ മാനർ. അപ്പൊ അവര് എങ്ങനെയാണ് ലാംഗ്വേജ് മനസ്സിലാക്കും? ലാംഗ്വേജിന്റെ മ്യൂസിക്കാലിറ്റി, റിതം, അസോസിയേറ്റീവ് പവർ, ഓക്കെ, ഈവൻ വിതൗട്ട് വിഷ്വൽ ഇമേജസ് വേർഡ്സ് ഇവോക്ക് ഇമോഷൻസ്. അപ്പൊ ഇമേജസ് അവരുടെ മനസ്സിലേക്ക് വളരെ റയർ ആയിട്ട് വരുന്നുള്ളൂ, പക്ഷേ ഇമോഷൻസ്, അറ്റ്മോസ്ഫിയർ, കണക്ഷൻസ് എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു. Third question, identify the role of guiding commentary and character reactions in assisting infants to grasp a story. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൂടുതൽ ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള കമന്ററികൾ പറഞ്ഞുകൊണ്ട് ക്യാരക്ടർ റിയാക്ഷൻസ് കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം ആ ഒരു ടെക്സ്റ്റിലേക്ക്. ഓക്കെ, അപ്പൊ ഒരു ലോൺലി ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ, ഓക്കെ, അവിടെ എന്ത് ചെയ്യാം, കുറച്ച് പേടിപ്പെടുത്തുന്ന ഹൊറിഫിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തുകൊണ്ട് ഇൻഫൻസിനെ അവരിലേക്കും ഈ ഒരു ആശയം എത്തിക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, വാട്ട് അക്കോർഡിംഗ് ടു ദി ഓതർ ഇൻഫൻസ് ഗെറ്റ് ഫ്രം സ്പെക്കുലേറ്റീവ് ഫിക്ഷൻസ്. അവർക്ക് എന്താണ് സ്പെക്കുലേറ്റീവ് ഫിക്ഷനിൽ കിട്ടുന്നത്? ഇമാജിനേറ്റീവ് ഫിക്ഷനിൽ അവർക്ക് ഫിലോസോഫിക്കലി അവരെന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്റ്റഡ് ആവുന്നു, ഇമോഷൻസായിട്ട് കണക്റ്റഡ് ആവുന്നു. ലാംഗ്വേജ്, മെന്റൽ ഇമേജസ് മാത്രം കിട്ടുന്നില്ല, മറ്റുള്ള ഇമോഷൻസും അറ്റ്മോസ്ഫിയറിക് ഡിസ്ക്രിപ്ഷൻസും ഒക്കെ കിട്ടുന്നുണ്ട്, ലാംഗ്വേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെന്റൽ ഇമേജസ് കിട്ടുന്ന തരത്തിലേക്ക് അവർക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് അനിവാര്യം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, few focalises mentioned by Zarins in the article. So next, few focalises. Focalises എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ ഇമേജസ് എന്നുള്ള സാരിൻസ് അവരുടെ ആർട്ടിക്കിളിൽ കൊടുക്കുന്ന ചില ഇമേജസ് എന്തൊക്കെയാണ്? ഒന്ന് ആഡിയ എന്ന് പറയുന്ന ഒരു, പിന്നെ നമ്മൾ പറഞ്ഞ സ്പെക്കുലേറ്റീവ് ലാൻഡില് അവര് കാണുന്ന ചില ഇമേജസ് എന്ന് പറഞ്ഞാൽ വാർഡ്രോബ്, വാർഡ്രോബ് എന്നാൽ അലമാര, അതുപോലെ ലാമ്പ് പോസ്റ്റ്, തെരുവിൽ അതുപോലെ തന്നെ ഫോൺ. സോ ഇതൊക്കെയാണ്. ദീസ് ആർ സിറ്റുവേറ്റഡ് ഡീറ്റെയിൽസ് ഡെലിവേർഡ് ലൈക്ക് ബ്രെഡ് ക്രംസ് ദാറ്റ് will advance process set to one piece at a time. അപ്പോൾ അവർക്ക് കുറച്ച് സമയം എടുക്കും മനസ്സിലാക്കാൻ. കൂടുതൽ ഇമേജസ് കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം, ഗ്രാജുവലി ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. സോ ലൈഫ് ഓഫ് ഗലീലിയോ, ബെർട്ടോൾഡ് ബ്രെഡ് എന്ന് പറയുന്ന ആളുടെ ഡ്രാമയാണ് ലൈഫ് ഓഫ് ഗലീലിയോ. സോ ഈ ഒരു ലൈഫ് ഓഫ് ഗലീലിയോ നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും കാത്തലിക് ചർച്ച്, ക്രിസ്ത്യാനിറ്റിയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്, കാത്തലിക്സും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻസും. അപ്പൊ ഈ കാത്തലിക്കുകൾ എന്ന് പറയുന്നത്, കാത്തലിക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ബിലീഫ് ഉള്ള ആളുകളായിരുന്നു. അതായത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസ് അതൊക്കെ പിന്നെ എതിർത്തിരുന്നു. അപ്പൊ ഗലീലിയോ അവിടെ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പിന്നെ ഹെലിക്കോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, കണ്ടുപിടുത്തമായിരുന്നു. അതായത് സൺ ഈസ് ദ സെന്റർ ഓഫ് യൂണിവേഴ്സ് എന്നുള്ളതായിരുന്നു. പക്ഷെ ചേർച്ച് പറയുന്നത്, ക്രിസ്ത്യൻ ചർച്ചുകൾ പറയുന്നത് ജിയോസെൻട്രിക് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു, എർത്ത് ഈസ് ദ സെന്റർ എന്നുള്ളത്.
സോ ഇതിനെ എതിർക്കുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളായപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പക്ഷേ കുറെ നാള് അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയാണ്. ഓക്കെ, ജയിലിലാക്കല്ല, വീട്ടു തടങ്കലിൽ ഒരു ഒബ്സർവേഷനിൽ അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ റിലീജിയനെതിരായിരുന്നു, അതോറിറ്റിക്കെതിരായിരുന്നു, അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു പബ്ലിക് ബിലീഫ് സിസ്റ്റത്തിന് എതിരായിരുന്നു. സോ ഇദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാല് സയന്റിഫിക് ഡിസ്കവറീസ് ഔട്ട് ഓഫ് ഫിയർ ആരും മാറ്റി നിർത്തരുത് എന്നുള്ളത്. സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ പേടിച്ചു കൊണ്ട് മാറ്റി നിർത്തരുത് എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് എന്താണ്, ഒരു എക്സിസ്റ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിനെതിരെ ശബ്ദിച്ചാൽ അവർക്ക് നേരിടേണ്ടി വന്ന ചില പരിഹാസങ്ങളും അതുപോലെ തന്നെ പണിഷ്മെന്റുകളും അത് ഭയന്നുകൊണ്ട് സയൻസിനെ സാക്രിഫൈസ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം എന്തായിരുന്നു, ഒരുപാട് കാലം ഈ ഒരു വീട്ടുതലങ്ങളിൽ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്യൂപ്പിൾ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റിനോട് പറഞ്ഞത് പിന്നെ എനിക്ക് ജീവിക്കണമെന്നായിരുന്നു. മീൻസ് അവരെ ഭയന്നുകൊണ്ട് ശരിക്കും, അല്ലെങ്കിൽ ഞാൻ എങ്ങാനും ഈ ഒരു സത്യം പറഞ്ഞാൽ അവരെന്നെ പണിഷ് ചെയ്യുമെന്നുള്ള ആ ഒരു കാര്യമായിരുന്നു. സോ ആ ഒരു അദ്ദേഹത്തിന്റെ പ്യൂപ്പിളിന്റെ പേര് ഇവിടെ പറയുന്നത് ആൻഡ്രിയ സാട്ടി എന്ന് പറയുന്ന ആളാണ്. സോ ആൻഡ്രിയ സാട്ടി ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഇറ്റലിയിലെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ഗലീലിയോയുടെ നിരോധിക്കപ്പെട്ട ഡിസ്കോഴ്സി അല്ലെങ്കിൽ ഡയലോഗ്സ് കൺസേണിങ് ടു ന്യൂ സയൻസസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തോട് പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി പറയാണ്. അദ്ദേഹത്തിന്റെ ഒരു മരണാസന്നമായിട്ടുള്ള സമയത്ത് ആൻഡ്രിയ സാറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റിനോട് ഗലീലിയോടെ, അപ്പൊ ഗലീലിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ആൻഡ്രിയ. അപ്പൊ ആൻഡ്രിയ പിന്നെ ഇങ്ങനെ മാനുസ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ അവർ പറയുന്നുണ്ട്. ഓക്കെ, അവര് ആകാശത്തിലൂടെ പറക്കുന്ന ബിച്ചിനെ കുറിച്ചും അതുപോലെ രാക്ഷസിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആൻഡ്രിയ അങ്ങനെ വായിക്കുമ്പോൾ ശരിക്കും അവിടെ ചെക്ക് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് എന്താണ് അവരുടെ പക്കലുള്ള ആ ഒരു ഗ്രന്ഥം എന്നൊക്കെ. പക്ഷെ അവർ പറയാണ് പിന്നെ അവര് ടോൾമണിയൊക്കെ പിരിക്കുന്ന ഒരു തിരക്കില് ആൻഡ്രിയയുടെ വല്ലാതെ ചെക്ക് ചെയ്യൊന്നുമില്ല. ചെക്ക് ചെയ്താൽ എന്തായാലും ആൻഡ്രിയയും കൊടുക്കും, അതുപോലെ തന്നെ ഗലീലിയോക്ക് ഒരു ഡെത്ത് പണിഷ്മെന്റ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് അരിസ്റ്റോട്ടലിന്റെ ഗ്രന്ഥമാണ്, അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവര് ബോധ്യപ്പെട്ടു, അവർക്ക് ആ ഒരു ഒഫീഷ്യൽസിന് ബോധ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ പിന്നെ ഈ ഒരു സീൻ എൻഡ് ചെയ്യുന്നത് ചാപ്റ്റർ 13 മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ്രിയ അവിടെ നിന്നും ആ ഒരു മാനുസ്ക്രിപ്റ്റ് കടത്തി കൊണ്ടുപോവാണ്. അപ്പൊ ഇത് മെസ്സേജ് പാസ്സാവുന്നു അല്ലെ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ, അദ്ദേഹത്തിന്റെ സയൻസിലുള്ള കണ്ടുപിടുത്തങ്ങൾ പാസ്സാവുന്നു. പിന്നെ അദ്ദേഹത്തോട് ഈ ഗലീലിയോ പറയുന്നത് സയൻസിന് ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. The opening poem wants that science must be kindled and used right, lest it be a flame to fall downward to consume us all. Okay, അതാണ് ഇതിലെ വിഷയമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ടിപ്സ് ഫോർ സയന്റിഫിക് പ്രസന്റേഷൻ. നമുക്കറിയാം സയന്റിഫിക് പ്രസന്റേഷൻ, സയൻസിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ പ്രസന്റ് ചെയ്യാം. അപ്പൊ അതില് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ ഈസ് അബൌട്ട് ക്ലാരിറ്റി, കണക്ഷൻ വിത്ത് ഓഡിയൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പൊ അതിൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, നമ്മുടെ ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യാം, അവരുടെ ടൈം ലിമിറ്റിനെ കുറിച്ചായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുക, ഡിറ്റർമിനിങ് ടൈം ലിമിറ്റ്സ്. അതുപോലെ തന്നെ ഐഡന്റിഫൈങ് 2 to 3 മെയിൻ പോയിന്റ്സ്. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വരെ കുറച്ച് പറയാം, മീൻസ് കുറച്ച് സ്ലൈഡുകളെ പറ്റുള്ളൂ. അപ്പോൾ പക്ഷെ ഞാൻ മാക്സിമം ഉൾപ്പെടുത്തിയതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ക്രിയേറ്റിംഗ് ആൻ ഔട്ട്ലൈൻ. അതുപോലെ തന്നെ ഒരു സാമ്പിൾ 25 മിനിറ്റ് ടോക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് 6 മിനിറ്റ്, മെത്തേഡ്സ് 6 മിനിറ്റ്, റിസൾട്ട് 9 മിനിറ്റ്സ്, സമ്മറി 4 മിനിറ്റ്. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ ടിപ്സ് എന്ന് പറയുന്നത് ഒരു സ്ലൈഡിൽ 1 ഐഡിയ മാത്രം ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഹെഡേഴ്സ് ഉപയോഗിക്കാം മെയിൻ ഐഡിയ പറയാൻ വേണ്ടി. അതുപോലെ ഫിഗേഴ്സ് ഉപയോഗിക്കാം. ഒരു
ഒരുപാട് ടെക്സ്റ്റുകൾ ഒഴിവാക്കുക യൂസിങ് സാൻസ് സെറിഫ് ഫോൺസ്. അതുപോലെ തന്നെ ആനിമേഷൻസ് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഡെക്കറേറ്റിംഗ് ആയിട്ടുള്ള ആനിമേഷൻസ് ഒഴിവാക്കുക. ഐ കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലൈഡ് ഇങ്ങനെ നോർമലായിട്ട് റീഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, അത് പിന്നെ ഐ കോണ്ടാക്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രൂപത്തിൽ ആക്കുക. ഓഡിയൻസിനെ നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുന്ന രൂപത്തിൽ പിന്നെ തറോലി റിഹേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ല നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം സ്റ്റേജ് ഫ്രൈറ്റ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു സ്ലൈഡിൽ 2-3 അല്ലെ, ഓൺലി വൺ മെയിൻ ഐഡിയ അത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓവർലോഡ് ആവും, ഓഡിയൻസിന്റെ ഫോക്കസ് നഷ്ടപ്പെടും. വിഷ്വൽസ് എങ്ങനെയാണ് സയന്റിഫിക് പ്രസന്റേഷനിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? വിഷ്വൽസ് ആവുമ്പോൾ നമുക്കറിയാം ഇമേജസ് സ്പീക്ക് ബെറ്റർ ദാൻ എന്താണ് നമ്മൾ പറയുന്ന വേർഡ്സിനേക്കാൾ എത്രയോ ഇതാണ്. അപ്പോൾ ഗ്രാഫുകൾ, ഫിഗേഴ്സ്, ഫോട്ടോഗ്രാഫ്സ് ഇതൊക്കെ കറക്റ്റ് കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നെക്സ്റ്റ് വായിച്ചു നോക്കാം. സിമ്പിളായിട്ട് ഉപയോഗിക്കുക ഡിസൈനുകളൊക്കെ അല്ലേ. അതെന്ത് ചെയ്യും, കോഗ്നിറ്റീവ് ലോഡ് കുറക്കും. അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ലോഡ്, നമ്മുടെ താങ്ങാൻ പറ്റുന്ന ലോഡ്. നെക്സ്റ്റ് സയൻസ് പ്രസന്റേഷൻസ് സിമിലർ ആയിട്ടുള്ള തന്നെയാണ്. ഓറൽ പ്രസന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നൂതനമായിട്ടുള്ള രീതികൾ ഉപയോഗിക്കുക എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ലൈക്ക് AI ടൂൾസ്, ക്യാൻവ, ChatGPT, യൂഡ്ലി പോലെയുള്ള അതൊക്കെ പ്രസന്റേഷന് ഒരു എൻഹാൻസ്മെന്റ് കൊടുക്കും. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് കീ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. നമ്മളൊരു ഓറൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞത് പിന്നെ എന്താണ്, നമ്മളൊരു മെമ്മറൈസ്ഡ് സ്ക്രിപ്റ്റ് പോലെ വായിക്കാതെ ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അതിൽ കാർട്ടൂൺസ്, ഇമേജസ്, ഷോർട്ട് ഫ്രേസസ് ഒക്കെ ഉൾപ്പെടുത്താം. ഹെവി സ്ലൈഡ്സ്, ടെക്സ്റ്റുകൾ അങ്ങനെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഓഡിയൻസിന് നമ്മളെക്കാൾ അറിവുണ്ട് എന്നുള്ളൊരു ധാരണ മാറ്റാം. അതുപോലെ തന്നെ ടെല്ലിങ് എ ക്ലിയർ സ്റ്റോറി വിത്ത് ബിഗിനിങ്, നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഒരു സൂപ്പർ ബിഗിനിങ് കൊടുക്കണം, അവരെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ. മിഡിൽ കൊടുക്കണം, അതിൽ എക്സ്പെരിമെന്റുകൾ, റിസൾട്ടുകൾ, കൺക്ലൂഷൻ. അപ്പൊ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇപ്പൊ സയന്റിഫിക് പ്രോബ്ലം ആയിരിക്കും ഫസ്റ്റ് സയൻസിന്റെ ടോപ്പിക്കാണ്. മിഡിൽ എന്താ, എക്സ്പെരിമെന്റുകൾ, റിസൾട്ടുകൾ, കൺക്ലൂഷൻ. എൻഡിൽ എല്ലാം കൂടി എല്ലാത്തിന്റെ ഒരു സംഗ്രഹം. ഓക്കെ, അതിന്റെ കുറച്ച് ടിപ്സ് ആണ്. ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം ആദ്യം തന്നെ, അതിന്റെ പ്രഡിക്ഷൻസും. പിന്നെ കീ ഡാറ്റ അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാം. കോംപ്ലക്സ് ഡാറ്റ മൾട്ടിപ്പിൾ സ്ലൈഡ്സ് ആക്കിയിട്ട് അതിന്റെ ഒരു ഈസി ആക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് കൺട്രോൾസ് ആൻഡ് ലിമിറ്റേഷൻസ് ഹോണസ്റ്റ്ലി. പ്രാക്ടിക്കൽ ആയിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സ് അതൊക്കെ സ്റ്റേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലൈഡ് ടൈറ്റിൽസ് കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡു ട്രാൻസിഷൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബിറ്റ്വീൻ സ്ലൈഡ്സ്. അപ്പൊ ട്രാൻസിഷൻ ഇങ്ങനെ ആയിരിക്കണം. ട്രാൻസിഷൻ ക്രിയേറ്റ് സ്റ്റോറി ലൈക്ക് ഫ്ലോ where one slide leads logically to the next. ഓക്കെ, ലോജിക്കലായ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് സ്ലൈഡിനോട്. അപ്പോൾ ഗുഡ് ട്രാൻസിഷൻസ് പ്രിവെന്റ് പ്രസന്റേഷൻ ഫ്രം ഫീലിംഗ് ഡിസ്ജോയിന്റഡ് ആൻഡ് ഹെൽപ് ദ ഓഡിയൻസ് ഫോളോ ലോജിക്കൽ പ്രോഗ്രഷൻ ഓഫ് ഡേറ്റ. വായിച്ചു നോക്കാം നെക്സ്റ്റ്. ഓക്കെ, ടീം പ്രസന്റേഷൻസ് ആണ്. ടീം പ്രസന്റേഷൻസ് ഇപ്പോൾ കൊളാബ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ടെക്നോളജിക്കൽ ടൂൾസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഷെയർഡ് ലൈബ്രറി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് പ്രസന്റേഷൻ കൊളാബ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെമിനാർസിലൊക്കെ കാണാനുണ്ട് കൊളാബ് ചെയ്തുകൊണ്ടുള്ള പ്രസന്റേഷൻസ്. അതുമല്ലെങ്കിൽ ഒരു ടീമായിട്ട് ഇപ്പോൾ ഒരാൾ സ്ലൈഡ് ഉണ്ടാക്കുക, ഒരാൾ പിന്നെ ഡേറ്റ കളക്ട് ചെയ്യുക, മറ്റൊരാൾ ഡെഡ് ലൈൻ തീരുമാനിക്കുക. അതേപോലെ തന്നെ ഡിസൈനുകളിൽ പിന്നെ കൂടുതൽ പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും, അവർ അത് ചെയ്യാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കൊളാബറേറ്റീവ് എഫേർട്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല നല്ല സ്ലൈഡുകൾ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിന് 6 ടിപ്സ് പറയുന്നുണ്ട് ഈ ഒരു ആർട്ടിക്കിളിൽ. സ്റ്റാർട്ട് വിത്ത് ഷെയർഡ് ലൈബ്രറി ഓഫ് പ്രീ ബിൽറ്റ് ടെംപ്ലേറ്റ്സ്. ആദ്യം തന്നെ ഓൾറെഡി
ബിൽഡ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് അതിലുണ്ടാവും, നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ വർക്ക് ഇൻ ദ ക്ലൗഡ് ടു ആക്സസ് ദി മോസ്റ്റ് കറന്റ് വേർഷൻ, അല്ലെ ക്ലൗഡിൽ പിന്നെ എന്തുണ്ടാവും, മോസ്റ്റ് കറന്റ് വേർഷൻ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അസൈൻ ടാസ്ക് ടു സ്പെസിഫിക് കൊളാബറേറ്റേഴ്സ്, അല്ലെ ടാസ്കുകൾ ഡിവൈഡ് ചെയ്യാം. യൂസ് കോണ്ടന്റ് മാനേജ്മെന്റ് ഫോർ വിഷ്വൽ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ കോണ്ടന്റുകൾ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യാം. പ്രൊവൈഡ് റിയൽ ടൈം ഫീഡ്ബാക്ക്, അല്ലെ നമ്മൾ പിന്നെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലൗഡിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ഫീഡ്ബാക്ക് നമുക്ക് കാണാൻ കഴിയും, എന്തൊക്കെയാണ് സേവ് ചെയ്ത് വെച്ചാൽ പ്രൊജക്റ്റുകൾ. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഫീഡ്ബാക്ക് കൊടുത്താൽ ഇൻസ്റ്റന്റ്ലി അത് തിരുത്താൻ കഴിയും. യൂസ് മോഡേൺ പവർ പോയിന്റ് ഓൾട്ടർനേറ്റീവ്സ്, ഇതൊക്കെയാണ്. Nearly 20% of people say collaboration is their biggest challenge in presentation creation. But the right tools can solve this. ചില ആളുകൾ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല നല്ല ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, ഇമെയിലിംഗ് വേർഷൻസ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മോഡേൺ ക്ലൗഡ് ബേസ്ഡ് കൊളാബറേഷൻ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. ഇനി 12ാമത്തെ ചാപ്റ്റർ നമ്മൾ വിട്ടുപോയതാണ്, ഡിസ്കസ് ചെയ്യാം. നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ സ്ലൈഡുകൾ, ഒരു ഡിപ്പാർട്ട്മെന്റൽ വർക്ക് ആണെങ്കിൽ ഗൂഗിൾ സ്ലൈഡുകൾ, ഗൂഗിൾ പിന്നെ ഡ്രൈവിൽ, ഇതൊക്കെ കൊളാബ് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കോളേജിലെ നെറ്റ്വർക്കുകൾ ഇതൊക്കെ മൈക്രോസോഫ്റ്റ്, വൺ ഡ്രൈവ്, പവർ പോയിന്റ്, ഓൺലൈൻ, ഡ്രോപ്പ് ബോക്സ്, beautiful.ai ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സോ ഇതൊക്കെ ചെയ്യാം. ഇനി നമുക്ക് 12ാമത്തെ ചാപ്റ്റർ ഗാലക്റ്റിക് ഫ്രേസസ്. സോ എക്ഫ്രൈസിസ് എന്ന് പറഞ്ഞാൽ ഗാലക്സി, ഗാലക്റ്റിക് എന്ന് പറഞ്ഞാൽ ഗാലക്സി ആണ് ഉദ്ദേശിക്കുന്നത്. എക്ഫ്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക്രൈബിങ് ആർട്ട് വിത്ത് വേർഡ്സ്, കലയെ വാക്കുകളിലൂടെ വിവരിക്കുകയാണ്. ഇവിടെ പിന്നെ കുറച്ച് വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സുദീപ് സെന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. A nebula is not just hydrogen dust, it also oyster shells. ചില ഗാലക്സി കൂട്ടങ്ങളെ കാണുമ്പോൾ oyster ഷെൽസിനെ പോലെ തോന്നും. ഓക്കെ, അതുപോലെ തന്നെ ട്വിൻ റിങ്സ്, രണ്ട് റിങ്സ് കൂടിയിരിക്കുന്നതായിട്ട് പോലെ തോന്നും. അതുപോലെ തന്നെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇവിടെ പറയുന്നുണ്ട്, JWST. ഓക്കെ, അതൊരു ടൈം മെഷീനായിട്ട് അദ്ദേഹം കാണുന്നു. അപ്പോൾ പ്രകൃതിയിലെ പല കാര്യങ്ങളും, ഇപ്പോൾ അദ്ദേഹം പിന്നെ ഈ എക്സ്റേ ഇമേജുകൾ എടുത്തു നോക്കുമ്പോൾ, ഹാർട്ടിന്റെ എക്സ്റേ ഇമേജുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ കുറച്ച് ഫ്രാക്ചൽസിനെ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. കാരണം ഫ്രാക്ചൽസ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികളെ പോലെ. അപ്പോൾ ഈ പിന്നെ ആർട്ടും അതുപോലെ തന്നെ സയൻസും തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻഷിപ്പിനാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഈസ് ബോത്ത് ഫിസിക്സ് പ്രോബ്ലം ആൻഡ് എ ലവ് പോയം, ഓക്കെ, മെയ്ഡ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ഇമേജസ് അദ്ദേഹം ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്താണ്. അയോട്ട, ഹ്യൂമൺ അയോട്ടെ ട്വിഗ്സ് ആയിട്ട്, അതില് ലീവ്സുകളായിട്ട് ബന്ധപ്പെടുത്തുന്നു. പിന്നെ സ്മാക്സ് എന്ന് പറയുന്ന ഗാലക്സി ക്ലസ്റ്ററിന് അദ്ദേഹം തോന്നുന്നത് ഒരു ബ്ലാക്ക് സ്പേസ് ആയിട്ടാണ്, ഡീപ് ബ്ലാക്ക് ക്യാൻവാസ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. സ്പെക്കിൾഡ് വിത്ത് ഗോൾഡ്, സാഫ്രോൺ, ഓറഞ്ച് സ്പ്രിങ്കിൾസ്, അതുപോലെ തന്നെ നെബ്യൂല, എ ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ഇൻ സ്പേസ്. അതുപോലെ തന്നെ സ്റ്റീഫന്റെ ക്വിന്റിലെറ്റ്, 5 ഗാലക്സീസ് ടുഗദർ. ഓക്കെ, 5 ഗാലക്സികൾ, സ്റ്റീഫന്റെ ക്വിന്ററ്റ്. അതിന് അമീബ ഷേപ്പ് ഉള്ളതായിട്ട്, പ്ലാസ്മ ഇലോങ്ങേഷൻസ് ഉള്ളതായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. ജോൺ ഡൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പോയിന്റ് ആണ്. അദ്ദേഹം സൺറൈസിംഗ് എന്ന് പറയുന്ന ഒരു മെറ്റാഫിസിക്കൽ പോയം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു മെറ്റാഫിസിക്കൽ പോയം അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. മെറ്റാഫിസിക്കൽ എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് എക്സ്റ്റെൻഡഡ് സീരീസ് അപ്പൊ എന്തുകൊണ്ടാണ് ജോൺ ഡണ്ണിന്റെ പോയം ഇവിടെ മെൻഷൻ ചെയ്തത്? അപ്പൊ ആ ഒരു പോയത്തിൽ ഒരു ലൈൻ ഉണ്ട്, എന്താണെന്ന് വെച്ചാല് ദിസ് ബെഡ് ഈസ് ദൈ സെന്റർ എന്ന്. അപ്പൊ ഇത് ഈ പോയത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാല്
ജോർഡനും അദ്ദേഹത്തിന്റെ പ്രിയതമയും അവരെന്ത് ചെയ്യാണ്, അവര് ഒരു ബീച്ച് സൈഡില് പിന്നെ ഒരു റൂമില് ഓക്കെ അവര് മോർണിംഗ് ആയപ്പോ സണ്ണിനോട് പറയാണ്, സൂര്യനോട് പറയാണ് എന്ത്, സൂര്യനോട് പറയാണ് നീ ഞങ്ങളെ ശല്യപ്പെടുത്തില്ല, മീൻസ് നിന്റെ പിന്നെ ആ ഒരു പ്രകാശം, നിന്റെ ഒരു പ്രകാശത്തിനേക്കാൾ എത്രയോ മടങ്ങാണ് എൻ്റെ പിന്നെ പ്രിയതമയുടെ ആ ഒരു പ്രകാശം എന്ന് പറയുന്നത്, കണ്ണുകളുടെ പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് സ്കോൾഡ് ചെയ്യാണ് ശരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ദിസ് ബെഡ് ഈസ് ദൈ സെന്റർ എന്ന് പറയുന്നത്, ഈ ഒരു ബെഡാണ് നിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇതാണ് ഞങ്ങളുടെ ലോകം, അതായത് ഞങ്ങൾക്ക് പുറംലോകം മീൻസ് മറ്റുള്ള വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഹെവൻ എന്ന് പറയുന്നത്. ഇവിടെ ജോൺ എന്ന് പറയാണ്. അപ്പൊ ദിസ് ബെഡ് ഈസ് ദൈ സെന്റർ. അപ്പം എന്താണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് എർത്ത് ആണ്. ഓക്കെ, അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു കോസ്മിക് വ്യൂ പിന്നെ ഒരു മാറ്റം വരികയാണ്. അദ്ദേഹം JWST ജെയിംസ് വെബർ ആ ഒരു ടെലസ്കോപ്പിലൂടെ അദ്ദേഹം ലോകം വീക്ഷിച്ചതിന് ശേഷമാണ് ഈ ഒരു പോയം എഴുതിയത്. അപ്പൊ അത് ആരും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല, മറ്റുള്ള ആരും മെൻഷൻ ചെയ്തിട്ടില്ല അദ്ദേഹം ഈ ഒരു ടെലസ്കോപ്പിലൂടെ കണ്ടത്. അപ്പൊ ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇതൊക്കെ സിമിലാരിറ്റീസ് ആണ് അദ്ദേഹം ഹ്യൂമൻ ബോഡിയിലും കോസ്മോസിലും. ആർട്ടും അതുപോലെ സയൻസും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടെ പറഞ്ഞത്. റിലേഷൻ ബാംഗ്ലൂർ ടെക്നോളജി സെന്റർ സെൻസ് ഓഫ് എക്സ്റേ ഇമേജസ് ഓഫ് ഹ്യൂമൻ ഓർഗൻസ്, ഒറിക്കിൾസ്, വെൻട്രിക്കിൾസ്, ആർട്ടറീസ്, ഇതൊക്കെ എന്താണ് അതിൽ ഫ്രാക്ചർ പാറ്റേൺസ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല ഇമേജുകളും കണ്ടുവന്നതാണ്. പോയറ്റിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യാണ്, സയന്റിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഈ ഒരു സയൻസും പോയം അല്ലെങ്കിൽ സയൻസും ആർട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനാണ്, ഇന്റർ കണക്ഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ ലിറ്ററേച്ചറും അതുപോലെ സയൻസും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ എന്താണ് ശരിക്കും എക്സോ പ്ലാനറ്റ്സ്, കെമിക്കൽ റിഫ്രാക്ഷൻസ്, ഇൻഫ്രാറെഡ് മിഷൻസ്, ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷൻ, ഷോക്ക് വേവ്സ്, ഇതൊക്കെ സയന്റിഫിക് ടേംസ് ആണ്. ഇത് ലിറ്റററി ഓതേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. വയറ്റ്, റാലെ, സിഡ്നി, വാൻ ഗോഗ് ഇവരൊക്കെ എന്താണ് ഇംഗ്ലണ്ടിലെ പോയറ്റ്സ് ആണ്. ഓക്കെ, അവരുടെ പോയംസുമായിട്ട് ബന്ധപ്പെടുത്താണ്. ടു ഡിസ്ക്രൈബ് ദ ട്വിൻ സ്റ്റാർസ് ഇൻ ദ സദേൺ റിംഗ് നെബുല. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തിരുന്നു, സയൻസിലെ പല വേർഡ്സും എടുത്തുകൊണ്ട് അവരുടെ പോയംസിൽ ഉപയോഗിച്ചു ബന്ധമാണ് കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ഇമോഷണൽ റെസ്പോൺസ് ആണ് ഫീൽ ചെയ്യുന്നത്, അതെന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് ബാക്ക്വേർഡിലേക്ക് പോകും. JWST എന്നുള്ള ഒരു ടെലസ്കോപ്പിൽ വാച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഈ ലൈറ്റ് നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ അല്ലെ 1000 വർഷം എന്തോ ട്രാവൽ ചെയ്യണം. അപ്പൊ അത് എന്താണ് പിന്നെ ആ ഒരു സാധനം, ആ ഒരു പ്രതിഭാസം നമ്മൾ കാണുകയാണ്. ഓക്കെ, ആ ഒരു പ്രതിഭാസം നമ്മൾ ടൈം ബാക്ക്വേർഡ് ആയിട്ട് നമ്മൾ കാണുന്ന പ്രസന്റ് പാസ്റ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. സോ കുറെ മുന്നേ സഞ്ചരിച്ച ആ ലൈറ്റിന് നമ്മളിപ്പോൾ കാണും എന്നുള്ള കാര്യം. അപ്പൊ അതിനെ മാജിക്കൽ ഓർക്കസ്ട്ര, നെബുല സിംഫണി. അപ്പൊ ഇത് നമ്മളെന്താ നക്ഷത്ര സമൂഹത്തിൽ കാണുമ്പോൾ ഇതൊക്കെ എന്താണ് ഒരു 5 പിന്നെ ഗായകരിങ്ങനെ ഇരുന്ന് പാടുന്നത് പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നു. അതൊരു ആർട്ടായിട്ട് ബന്ധപ്പെടുത്താണ് മൊത്തത്തിൽ. ഓക്കെ, ബെസ്റ്റ് വിഷസ്.